ശരീരത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ശരീരത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സാക്ഷി മരവിച്ചു പോകുന്ന വാർത്തകളാണ്. ഇതുപോലെ സമാനമായ വാർത്തകൾ മുമ്പും കേട്ടു. പക്ഷെ ഇത്രയും ക്രൂരമായിട്ട് സ്വന്തം കുഞ്ഞിനെ നൊന്തുപെറ്റ അമ്മയും കൂടി ചേർന്നായിരിക്കുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇത്രയും ചെയ്യാൻ അവർ കണ്ടിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങളോട് അതിശക്തമായ കർശനമായ നടപടി സർക്കാർ എടുക്കും. പ്രതികളെ നിയമ നടപടികൾ കൃത്യമായി നടത്തും. ഒരു ലൂപ്ഹോളും ഇല്ലാതെ ശിക്ഷിക്കത്തക്ക രീതിയിലുള്ള നടപടികൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നമ്മുടെ നെഞ്ചു പൊട്ടുന്ന രീതിയിലുള്ള കാര്യം 51 പരിക്കുകൾ കുഞ്ഞിനുണ്ടാവുക എന്ന് പറയുമ്പോൾ ഇത്രയും നാളെ പിഞ്ചു കുഞ്ഞ് എന്തുമാത്രം ഒരു സ്വന്തം എന്താണ് സംഭവിക്കുന്നതെന്നൊന്ന് പറയാൻ പോലും കഴിയാത്ത ആ കുഞ്ഞിനെ ഇത്ര ക്രൂരമായി വേദനിപ്പിച്ച ആളുകളെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളെ കുറിച്ച് കൂടുതൽ ക്രിയാത്മകമായി വകുപ്പ് ഇടപെടും. സർക്കാർ വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത്. കാരണം എങ്ങനെ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും? സീറോ ടോളറൻസ് ആണ് ഇക്കാര്യത്തിലുള്ളത്. കൃത്യമായ നടപടി പോലീസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഇനി ഇത് ആവർത്തിക്കായിരിക്കും. ഓർമ്മയില്ല മുമ്പ് ഒരു കുഞ്ഞിനെ നമ്മൾ ഇടുക്കിയിൽ കണ്ടത്, അവന്റെ മുഖം എനിക്ക് ഓർമ്മ വരുന്നു. അത് കഴിഞ്ഞ് 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനോട് ഇത്രയും ക്രൂരമായി പെരുമാറുന്നത് ഒരു കാരണവശാലും ഒരു നിമിഷം പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ കാണുന്നുണ്ട്. വരും നാളുകളിൽ ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കൂടി ആലോചിക്കും. അതിന്റെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയേ പറ്റൂ. കാരണം ആരുടെ കൈകളിലാണ്, ആരുടെ കൂട്ടത്തിലാണ് കുഞ്ഞ് ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതുന്നത്, പ്രകൃതി കരുതുന്നത്, ആ ആളുകളിൽ നിന്ന് ഇത്ര ക്രൂരത ഉണ്ടാകുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് ചേതോ വികാരം എന്ന്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിദഗ്ധരുമായി ആലോചിച്ച് വകുപ്പ് വളരെ കൃത്യമായ നടപടിയെടുക്കും. ശിക്ഷിക്കപ്പെടുമ്പോൾ സംസ്ഥാന ശിശുക്ഷേമ വകുപ്പ് കൂടെ ഉണ്ടാവും.